പവിഴപ്പുറ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന ശാന്തസുന്ദരമായ സമുദ്രം, തിരമാലകളുടെ ആക്രോശമില്ലാത്ത, സൗന്ദര്യം വിശേഷിപ്പിക്കാൻ വിശേഷണങ്ങൾ മതിയാകാത്ത, നാമകരണത്തിൽ സാമ്യമായ ഭൂപ്രകൃതിയുള്ള നമ്മുടെ സ്വന്തം ബഹ്റൈൻ. പച്ചപ്പ് കലർന്ന ഈ മണലാരണ്യത്തിലാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള പ്രവാസികൾ തങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്നത്. വാനോളം പുകഴ്ത്തപ്പെട്ട 3 അക്ഷരമുള്ള നാമമാണ് പ്രവാസി. പിറന്ന നാടിൻ്റെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് കണ്ണുനീർ പൊഴിക്കുന്നവർ, സ്വന്തം യാതനകളെയും വേദനകളെയും ഒരു നെടുവീർപ്പിലൊതുക്കുവാൻ ശ്രമിക്കുന്നവർ. മലയോളം പ്രതീക്ഷയുമായി വന്നവരിൽ ഭൂരിഭാഗത്തിനും കുന്നോളമേ ലഭിച്ചുള്ളൂ എങ്കിലും ആരോടും പരാതിയോ പരിഭവമോ കാണിക്കാതെ ലഭിച്ചത് പങ്കുവയ്ക്കുന്നവർ. സ്വന്തം മക്കൾക്ക് മെച്ചമായ വിദ്യാഭ്യാസവും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കൂരയുമാണ് ഭൂരിഭാഗം പ്രവാസിയുടെയും സ്വപ്നം. 50 ഡിഗ്രിക്കപ്പുറമുള്ള ചൂടിലും മരം കോച്ചുന്ന തണുപ്പിലും ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുടെ മുകളിലും ഇവർ കഠിനാധ്വാനം ചെയ്യുന്നു. 8 മണിക്കൂർ ഉറക്കവും 3 നേരം ഭക്ഷണവും ഇവരിൽ ഭൂരിഭാഗത്തിനും അന്യമാണ്. പവിഴദ്വീപിൽ ഇരുളടഞ്ഞ പ്രവാസികൾക്ക് ചെറുതിരുവട്ടവുമായി, നിറഞ്ഞ സ്നേഹവും സമർപ്പിത ഹൃദയവുമായി സന്നദ്ധ സേവന രംഗത്തേക്ക് ഉദാരമതികളുടെ ഒരു ചെറു സംഗമവുമായി കടന്നു വന്നവരാണ് പ്രതീക്ഷ ബഹ്റൈൻ. ജീവിതത്തെ നിറച്ചാർത്തണിയിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലേക്ക് വന്നു ചേർന്ന പ്രവാസികളിൽ ഭൂരിഭാഗവും വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ദീർഘകാലം പ്രവാസിയായി കഴിയുന്ന ഇവർ മാനസികമായും ശാരീരികമായും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം, കുട്ടികളുടെ വിദ്യാഭ്യാസം, പെൺമക്കളുടെ വിവാഹം, വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണം തുടങ്ങി നിരവധി ആവലാതികൾക്കിടയിൽ സ്വന്തമെന്ന ചിന്ത ഇല്ലാതായി പലർക്കും പലവിധ മാറാരോഗങ്ങളും വന്നുപെടുന്നു. ഇവരിൽ ഉണ്ടാകുന്ന മാനസിക ശാരീരിക വ്യതിയാനങ്ങളും ക്രമരഹിതവും വൃത്തിഹീനവുമായ ഭക്ഷണ രീതികളും ഇത്തരം രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുന്നു. ഒടുവിൽ സ്വപ്നങ്ങൾ ബാക്കിയാക്കി സൽമാനിയ ആശുപത്രിയിൽ നിന്നും വീൽ ചെയറിലോ സ്ട്രെച്ചറിലോ നാട്ടിലേക്ക് യാത്രയാകും. ഇങ്ങനെ പോകുന്നവരിൽ പലർക്കും ധരിക്കാൻ ഒരു ജോഡി പാദരക്ഷ പോലും ഇല്ല എന്ന സത്യം നമ്മളിൽ എത്ര പേർക്കറിയാം. നാട്ടിലെത്തിയാൽ തുടർ ചികിത്സയ്ക്കും വീട്ടുചെലവിനും യാതൊരുവിധ മാർഗവും ഇവരിലില്ല. ഭീമമായ തുക വിസയ്ക്ക് നൽകി വന്നവരിൽ പലർക്കും നാട്ടിലാകെയുള്ള തുച്ഛമായ ഭൂമി ഏതെങ്കിലും ബാങ്കിൽ പണയത്തിലായിരിക്കും. ഇല്ല എങ്കിൽ പലിശയിൽപ്പെട്ട് വൻ സാമ്പത്തിക ബാധ്യതയിൽ ആയിരിക്കും. പ്രതീക്ഷ ബഹ്റൈൻ ഇവർക്കൊരു ചെറു പ്രതീക്ഷ നൽകുന്നു. സാഹചര്യ സമ്മർദ്ദം മൂലം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങൾ കാരണം ഒരുപറ്റം പ്രവാസികൾ ബഹ്റൈന്റെ വിവിധ ജയിലുകളിൽ ശിക്ഷിക്കപ്പെട്ടു കിടക്കുന്നു. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും വിമാന ടിക്കറ്റ് എടുക്കാൻ പോലും കഴിയാത്തതിനാൽ പലർക്കും നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വരുന്നു. ഇന്ത്യൻ എംബസി പരമാവധി സഹായമെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇവിടെയും സഹായ സന്നദ്ധതയുമായി പ്രതീക്ഷ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ ഒരു വിമാന ടിക്കറ്റിൽ ഒതുക്കി ഈ ഹതഭാഗ്യരെ പറഞ്ഞുവിടാൻ പ്രതീക്ഷയുടെ മനസ്സനുവദിക്കുന്നില്ല. കാരണം ഗൾഫിൽ നിന്നും വരുന്ന അച്ഛൻ വാരിപ്പുണരാൻ കാത്തിരിക്കുന്ന പൊന്നോമന മക്കൾ, ഭർത്താവിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന സഹധർമ്മിണി, മോന്റെ വളർച്ച നോക്കിയിരിക്കുന്ന 10 മാസം നൊന്തുപെറ്റ അമ്മ, ഊർജവും ഓജസ്സും നൽകി മകന്റെ കരുതൽ കാത്തിരിക്കുന്ന അച്ഛൻ, ഇവരുടെയൊക്കെ മുന്നിലേക്ക് വെറും കൈയോടെ പോകാൻ മനസ്സുപിടഞ്ഞ ഒരു സഹോദരൻ തനിക്ക് ജയിലിൽ നിന്നും ലഭിച്ച ഭക്ഷണത്തിൽ നിന്നും മിച്ചം വെച്ചത് കൊണ്ടുപോകുന്നതിനായി ടിക്കറ്റുമായി യാത്രയാക്കാൻ ചെന്ന ഞങ്ങളോട് ഒരു ബാഗ് ആവശ്യപ്പെട്ടപ്പോൾ ഹൃദയത്തിന്റെ അന്തരംഗത്തിലുണ്ടായ തേങ്ങലുകൾ കണ്ണീർ കണമായി. ഇതിൽ നിന്നാണ് പ്രതീക്ഷ ഗൾഫ് കിറ്റ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നാം ഉൾപ്പെടുന്ന പ്രവാസികൾ നാട്ടിലേക്ക് യാത്രയാകുന്നത് പോലെ
നമ്മുടെ മക്കൾക്ക് നാം നൽകാൻ കൊണ്ടുപോകുന്നത് പോലെ ഇവർക്കും നമുക്ക് നൽകാം ഒരു ചെറു ബാഗ്, മിഠായിയും കുഞ്ഞുടുപ്പും അടങ്ങുന്ന ഒരു ബാഗ്. ജയിലിൽ നിന്നും ആശുപത്രിയിൽ നിന്നും വെറും കൈയോടെ പോകുന്നവർ അവരുടെ ഉറ്റവർക്ക് നൽകാനായി പ്രതീക്ഷ ബഹ്റൈൻ ഇങ്ങനെ ഗൾഫ് കിറ്റ് ഉദാരമതികളുടെ സഹായത്തോടെ നൽകി വരുന്നു. നിങ്ങളും ഞങ്ങളോട് ചേരുക. നമ്മുടെ മക്കളെ നാം ഓർക്കുക. ദിനവും എത്രമാത്രം ആഹാരമാണ് നാം ഉപയോഗശൂന്യമാക്കി കളയുന്നത്. നമ്മുടെ കുടുംബത്തോടൊപ്പം അവധി ദിനം ആഘോഷിക്കുമ്പോൾ, നമ്മുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ, നമ്മുടെ വിവാഹ വാർഷികം കൊണ്ടാടുമ്പോൾ, എന്തിന് നാം വിശ്വസിക്കുന്ന മതത്തിന്റെയോ ദേശത്തിന്റെയോ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും വരെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ആഹാരം നാം നമ്മുടേതാക്കി നശിപ്പിച്ചു കളയുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ 2 നേരമാക്കി ചുരുക്കുന്നു. ഉള്ള 2 നേരം തന്നെ കുബൂസും തൈരും മാത്രം. നാം കളയുന്ന ഭക്ഷണത്തിൽ നിന്നെങ്കിലും മറ്റുള്ളവരെ ഊട്ടാൻ നമുക്ക് കഴിയണം. അതിൽ നാം ആഘോഷവും സന്തോഷവും കണ്ടെത്തണം. നന്മയുണ്ടാകണം. പ്രതീക്ഷ നിങ്ങളോടൊപ്പം. ആഹാരം ആവശ്യമുള്ളവർക്ക് നിങ്ങൾ നൽകുന്നത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഈ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാകും. മാറുന്ന കാലത്തിനു വേണ്ടി കോലം കെട്ടാൻ എന്തുമാത്രം വസ്ത്രം നാം വാങ്ങിച്ചു കൂട്ടുന്നു. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഉപയോഗിച്ച വസ്ത്രം നാം ദൂരേക്ക് വലിച്ചെറിയുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 100 കണക്കിന് പ്രവാസികൾ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. രാവിലെ ജോലിക്ക് ധരിച്ചു പോകുന്ന വസ്ത്രം തന്റെ നാണം ഇരുട്ടിന്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും ധരിച്ച് മാസങ്ങളോളം ജീവിതം തള്ളി നീക്കുന്ന ഗൾഫുകാരായ മനുഷ്യനെ നാം ഒരിക്കലെങ്കിലും ഓർക്കാറുണ്ടോ? നിങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇവരെ ഓർക്കുക. ആ വസ്ത്രങ്ങൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധം വൃത്തിയാക്കി പ്രതീക്ഷയെ ഏൽപ്പിക്കുക. തീർച്ചയായും മറ്റൊരു ഹൃദയം സന്തോഷിക്കുന്ന ആ കാഴ്ചയ്ക്ക് നിങ്ങൾ കാരണമാകും. അതായിരിക്കണം നിങ്ങളുടെ സന്തോഷം. വിശ്രമമില്ലാത്ത പ്രവാസ ജീവിത പാച്ചിലിനിടയിൽ വൃക്കകൾ തകരാറിലായവർ, ഹൃദയക്കരൾ രോഗികൾ, റോഡപകടങ്ങൾ കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്തവർ, അങ്ങനെ സൽമാനിയ മെഡിക്കൽ കോളേജിലേക്ക് ദിനംപ്രതി എത്തുന്നവരുടെ പട്ടിക നീളുന്നു. ഇവരിൽ പലർക്കും പ്രവാസ ലോകത്ത് ബന്ധുക്കളായി ആരും ഉണ്ടാകില്ല. ആശുപത്രി കിടക്കയിൽ തളർന്നു കിടക്കുന്ന ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിനോ വിദഗ്ധമായ തുടർ ചികിത്സയ്ക്ക് നാട്ടിൽ വിടുന്നതിനോ, എന്തിന് മാനസികമായി ഒരു ആശ്വാസം നൽകാനോ ഇവർക്കാരും ഇല്ല എന്നത് വേദനാജനകമായ കാര്യമാണ്. ഒരിക്കലെങ്കിലും നാം അത് അനുഭവിച്ചാൽ മാത്രമേ ഈ അവസ്ഥയുടെ തീവ്രത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രതീക്ഷ ഇവർക്കൊരു കൈത്താങ്ങാണ്. ദിനവുമുള്ള പ്രതീക്ഷയുടെ സൽമാനിയ ആശുപത്രി സന്ദർശനം പ്രതീക്ഷ എന്ന നന്മവൃക്ഷത്തിന്റെ തണൽ ലഭിക്കാൻ ആതുരർക്ക് സഹായകരമാകുന്നു. നിങ്ങളും വരൂ, നമുക്കൊരുമിച്ച് ഇവർക്ക് തണൽ വിരിക്കാം. അറിവില്ലായ്മ മൂലം വിവിധ സർക്കാർ ഇതര സഹായം പല നിരാലംബർക്കും ലഭിക്കുന്നില്ല. റോഡ് വാഹന അപകടങ്ങൾ, ജോലിസ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കേണ്ട പലർക്കും അത് ലഭിക്കുന്നില്ല എന്നത് അവരുടെ തുടർ ജീവിതത്തെ തളർത്തുന്നു. ഇതിനൊക്കെ പ്രാഥമിക അറിവില്ലായ്മയോ സാങ്കേതിക തടസ്സങ്ങളോ ആകാം കാരണം. പ്രതീക്ഷ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യൻ എംബസിയെ ബോധ്യപ്പെടുത്തുന്നു. എംബസിയുടെയും മറ്റ് ബഹ്റൈൻ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും സഹായത്താൽ നിരാലംബർക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രവാസത്തിന്റെ ആർഭാടത്തിൽ അഭിരമിക്കുമ്പോഴും നമ്മുടെ കൈദൂരത്ത് നാം അറിയാതെ നമ്മുടെ സഹായവും പ്രതീക്ഷിച്ച് ഒരു കൂട്ടം ഹതഭാഗ്യരുണ്ടെന്നത് നമ്മൾ ഓർക്കണം. അവരെ കണ്ടെത്താനും സാന്ത്വനപ്പെടുത്താനും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാനും പ്രതീക്ഷയും അതിന്റെ കൂട്ടുകാരും തയ്യാറാണ്. നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വലുതല്ലെങ്കിലും ചെറുതായ ഒരു കൈത്താങ്ങിനായി ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് പ്രയാണം തുടരുന്നു. പ്രതീക്ഷ ബഹ്റൈൻ.